നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്താണ് ഗൂഗിൾ ടാഗ് മാനേജർ. ഓക്കെ, ആസ് എ അഡ്വർടൈസർ നമുക്ക് എന്താണ് ഗൂഗിൾ ടാഗ് മാനേജർ കൊണ്ട് ബെനിഫിറ്റ്സ്, നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണ്, ഓക്കെ, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ്, പിന്നെ കുറച്ച് കീ ഫാക്ടേഴ്സ്. ഓക്കെ, സോ കുറച്ച് കോഡ്സ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് നമുക്ക് കുറച്ച് കോഡ്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ജാവാ സ്ക്രിപ്റ്റും HTML-ൻ്റെയൊക്കെ കോഡ്സ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. മീൻസ് എങ്ങനെ മീൻസ് നമ്മുടെ ഗൂഗിൾ അനലിറ്റിക്സ് ഇപ്പോൾ നമുക്ക് വെബ്സൈറ്റായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടാഗ് മാനേജ് സിസ്റ്റമാണ് ഗൂഗിൾ ടാഗ് മാനേജർ. ഓക്കെ, മീൻസ് ഗൂഗിൾ അനലിറ്റിക്സ് നമ്മൾ വെക്കുന്നത് എന്ന് വെച്ചെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ നടക്കുന്ന ഇൻട്രാക്ഷൻസ് ഒക്കെ ട്രാഫിക് എങ്ങനെയൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ പ്ലേ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് എന്നുള്ള ഒരു ഫുൾ ട്രാക്കിംഗ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സ് വെബ്സൈറ്റായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഗൂഗിൾ അനലിറ്റിക്സിന് ഒരു കോഡ് ഉണ്ടാവും, ഒരു ജാവാ സ്ക്രിപ്റ്റ് കോഡ് ഉണ്ടാവും. അപ്പോൾ വിത്തൗട്ട് എനി കോഡർ ഓർ എനി ഡെവലപ്പർ വി ക്യാൻ ഡയറക്ട്ലി ഇംപ്ലിമെൻറ്റ് ദ തിങ്സ് ടു അവർ വെബ്സൈറ്റ് യൂസിങ് ഗൂഗിൾ ടാഗ് മാനേജർ. സോ ഈ ടാഗ് മാനേജർ ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ലോങ് ആയിരിക്കും ഈ പ്രോസസ്സ്. മീൻസ് ഗൂഗിൾ അനലിറ്റിക്സ് നമ്മുടെ അടുത്തുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ജാവാ സ്ക്രിപ്റ്റ് കോഡ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡെവലപ്പർ കൊടുക്കും. ഡെവലപ്പർ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹെഡ് സെക്ഷനിൽ പോയിട്ട് പേസ്റ്റ് ചെയ്യും. അപ്പോൾ അത് വലിയൊരു ലോങ് പ്രോസസ്സാണ്. പക്ഷേ ഗൂഗിൾ ടാഗ് മാനേജറിൻ്റെ നമുക്കിത് സിംപ്ലി പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതേമാതിരി തന്നെ നമ്മുടെ ഗൂഗിളിൻ്റെ ആഡ്സ് റീമാർക്കറ്റിംഗ് ചെയ്യാൻ ഇപ്പം നമ്മുടെ വെബ്സൈറ്റിൽ കുറച്ചധികം ട്രാഫിക്സ് വരുന്നുണ്ട്. ഓക്കെ, ആ ട്രാഫിക്സ് വന്നിട്ട് അവരെന്തെങ്കിലും ഒരു കാര്യം ഫില്ല് ചെയ്യാണ്ടോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാണ്ടോ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് പിന്നെ റീടാർഗറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഓരോ ഓഫേഴ്സൊക്കെ ഉണ്ട്. ഓക്കെ, ഒരു ഷോപ്പിൻ്റെ ഇപ്പോൾ ഒരു ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്കൊരു ബൾക്കായിട്ട് മെസ്സേജ് അയക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റാസൊക്കെ നമുക്ക് കളക്ട് ചെയ്തിട്ട് നമുക്കത് ഈസി ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാം. അതേമാതിരി തന്നെ ലിങ്ക്ഡിൻ്റെ പിക്സൽ, ഗൂഗിൾ പിക്സൽ, ഓക്കെ, ഈ ഗൂഗിൾ ഫേസ്ബുക്ക് ഈവൻറ്റ് പിക്സൽ, ഗൂഗിൾ ആഡ്സ് റീമാർക്കറ്റിംഗ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ വെബ്സൈറ്റായിട്ട് ഗൂഗിൾ ടാഗ് മാനേജേഴ്സ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഗൂഗിൾ ടാഗ് മാനേജർ അല്ലെങ്കിൽ GTM എന്ന് പറയുന്നത് ഗൂഗിൾ നമുക്ക് തരുന്ന, നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ട് ഗൂഗിൾ നമുക്ക് തരുന്ന കുറേയധികം ടൂൾസ് ഉണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻറ്റും നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് ഗൂഗിൾ ടാഗ് മാനേജർ. അല്ലെങ്കിൽ ഇതൊരു ജസ്റ്റ് ഒരു മീഡിയേറ്ററായിട്ട് നമുക്കിതിനെ കാണാം. ഓക്കെ, നമ്മുടെ വെബ്സൈറ്റും നമ്മുടെ ക്ലയൻറ്റിൻ്റെയും കാര്യങ്ങൾ കുറച്ചുകൂടി ഏറ്റവും ഈസി ആയിട്ട് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു മീഡിയേറ്ററാണ് ഗൂഗിൾ ടാഗ് മാനേജർ. സോ നമ്മൾ പറഞ്ഞ മാതിരി ഒരു ഡെവലപ്പറിൻ്റെ സഹായമില്ലാതെ നമ്മുടെ വെബ്സൈറ്റിൽ വരുന്ന കോഡുകളൊക്കെ, ഓക്കെ, ഗൂഗിൾ ബാക്കി കോഡ്സൊക്കെ നമ്മൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഗൂഗിൾ ടാഗ് മാനേജർ. അതേപോലെ തന്നെ മറ്റു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസൊക്കെ നമ്മുടെ വെബ്സൈറ്റുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഗൂഗിൾ ടാഗ് മാനേജർ വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ടാഗാണ്. ടാഗ് എന്ന് വെച്ചെങ്കിൽ ഇവിടെ നമുക്ക് ആദ്യം തന്നെ നോക്കേണ്ടത് ടാഗുകളാണ്. ഓക്കെ, നമ്മൾ ടാഗ് മാനേജർ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ വെബ്സൈറ്റിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പല പല ടാഗുകളായിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കുന്നത്. സോ ഈ ടാഗുകൾ എപ്പോഴൊക്കെയാണ് നമ്മുടെ വെബ്സൈറ്റിൽ വർക്ക് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു ട്രിഗേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ട്രിഗേഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്കുള്ളത് ടാഗാണ്, പിന്നെ ട്രിഗറാണ്, പിന്നെ വേരിയബിൾസ് ആണ്. അപ്പോൾ ട്രിഗേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊരു പോയിന്റിലാണ് നമ്മൾ നേരത്തെ ടാഗ് ചെയ്ത് വെച്ച് ഏത് പോയിന്റിലാണ് ആ ടാഗ് അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ നടക്കേണ്ടത് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിനാണ് ട്രിഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മളിപ്പോൾ ചെയ്ത ട്രിഗേഴ്സ് ഉണ്ടല്ലോ, ഈ ട്രിഗേഴ്സ് നമ്മൾ പ്ലേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്ലേസ് ഹോൾഡേഴ്സാണ് വേരിയബിൾസ്. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ, ടാഗ്, ട്രിഗർ, വേരിയബിൾസ്, ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു GTM വെബ്സൈറ്റിൽ ഫങ്ഷൻ ചെയ്യിപ്പിക്കുന്നത്. സോ ഇതാണ് ഗൂഗിൾ ടാഗ് മാനേജറിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനേഷൻ. സോ നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ഗൂഗിൾ ടാഗ് മാനേജർ ഒന്ന് ടൈപ്പ് ചെയ്യുക. സോ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്ത ഉടനെ നമുക്കൊരു കോഡ് കിട്ടും. ഓക്കെ, നമ്മുടെ വെബ്സൈറ്റായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോഡ് കിട്ടും. ആ കോഡ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഡെവലപ്പറിന് പാസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വെബ്സൈറ്റായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. സോ നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ പോയി ടാഗ് മാനേജർ എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇന്നിപ്പോൾ ഫസ്റ്റ് വരുന്നൊരു വെബ്സൈറ്റാണ് ഗൂഗിൾ ടാഗ് മാനേജർ. ഓക്കെ, tagmanager.google.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ്. സോ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഓക്കെ, സോ ഈ ഒരു ഇൻ്റർഫേസാണ് വരിക. സോ ജസ്റ്റ് ഡെമോക്ക് വേണ്ടിയിട്ട് നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. സോ നിങ്ങൾ കണ്ടോ, ഇവിടെ ഒരു ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ നമ്മളത് ക്ലിക്ക് ചെയ്യുക. കമ്പനി നെയിം
അക്കൗണ്ട് നെയിമോ കമ്പനി നെയിമോ എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അതേമാതിരി തന്നെ നമുക്ക് കൺട്രി, ഏത് കൺട്രിയാണെന്ന്, നമ്മുടെ വെബ്സൈറ്റ് ഫങ്ഷൻ ചെയ്യുന്ന ഏത് കൺട്രിയിലാണെന്ന് വെച്ചാൽ നമുക്ക് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതേമാതിരി ടിക്ക് കൊടുക്കണമെന്നില്ല. പിന്നെ ഇതൊക്കെ വെബ്സൈറ്റിൻ്റെ നെയിം നമുക്കിവിടെ കൊടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ടാർഗറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാറ്റ്ഫോംസിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് ഏതൊക്കെ പ്ലാറ്റ്ഫോമായിട്ട് കണക്റ്റ് ചെയ്യാമെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് തന്നെ വെബ്സൈറ്റിൽ നമുക്ക് ടാഗ് മാനേജർ കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ ആപ്പിൽ, iOSൻ്റെ ആപ്പിലും ആൻഡ്രോയിഡ്സ് ആപ്പിലെ ഡാറ്റകളും ഇതൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതേമാതിരി സെർവറുണ്ട്, AMP പേജസ് മീൻസ് മൊബൈൽ പേജസ്, അങ്ങനത്തെ പേജസൊക്കെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ വെബ്സൈറ്റ്, ഓക്കെ, ഈ സെർവറൊക്കെ കുറച്ച് ബ്രോഡായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഫോർ ദ ടൈം ബീയിങ് നമുക്ക് ജസ്റ്റ് നോർമൽ ഒരു വെബ്സൈറ്റ് ട്രാക്കിംഗ് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ക്രിയേറ്റ് കൊടുക്കാം. ഒരു കൺസേൺ പേജ് ആയിരിക്കും നെക്സ്റ്റ് വരുന്നത്. ജസ്റ്റ് താഴെ പോയി അക്സെപ്റ്റ് കൊടുക്കുക, എസ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. സോ അങ്ങനെ കൊടുത്തതിന് ശേഷം വൺസ് ഇത് ജസ്റ്റ് ഒരു ടൈം ലാഗ് ഉണ്ട്. ലോഡായി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു കസ്റ്റം കണ്ടെയ്നർ ഇങ്ങനെ ലോഡായി വരുന്നതായിരിക്കും. ഈ ഒരു സ്നിപ്പറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ ഇൻസ്റ്റാൾ ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ഒരു കോഡും, ഓക്കെ, ഹെഡ് സെക്ഷനും ബോഡി സെക്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ജസ്റ്റ് ഈ ഹെഡ് പാർട്ട് നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ പേസ്റ്റ് ചെയ്യേണ്ടതാണ്. സോ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് കോപ്പി ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ഡോക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഗൂഗിൾ ഡോക്കിൽ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതേമാതിരി തന്നെ ജസ്റ്റ് കോപ്പി ചെയ്യാം. സെയിം സംഭവം തന്നെ, ഒന്നും ചെയ്യേണ്ട, സിമ്പിളാണ്. സോ ഇത് നമ്മുടെ ഡെവലപ്പറിന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർക്കും ജസ്റ്റ് ഒന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അവർക്ക് ഇതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, വൺസ് ദ റിവ്യൂ ഇസ് കംപ്ലീറ്റഡ് വി ക്യാൻ ജസ്റ്റ് അപ്ലൈ ദിസ് തിങ് ഓൺ അവർ വെബ്സൈറ്റ്. ഓക്കെ, സോ ഹെഡ് സെക്ഷനും ബോഡിയിൽ വേണ്ട കോഡും ഹെഡ് സെക്ഷനും നമ്മളിവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് വൺസ് ആൾ കൺഫേം ചെയ്തതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ID ഇവിടെ കൊടുക്കാം. ഓക്കെ, ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട വെബ്സൈറ്റിൻ്റെ ID നമുക്കിവിടെ ജസ്റ്റ് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് ടെസ്റ്റ് കൊടുത്തെങ്കിൽ അത് ടെസ്റ്റ് ആവും. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് കൊടുക്കുന്നില്ല, ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതിനുശേഷം നമുക്ക് വരുന്ന ഒരു ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഡാഷ്ബോർഡ് ഇങ്ങനെ ആയിരിക്കും. നമുക്ക് ഡിഫോൾട്ടായിട്ട് ഇരിക്കുന്ന വർക്ക് സ്പേസ് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, നമ്മൾ ചെയ്യുന്ന വർക്കൊക്കെ നമുക്കിത് അവിടെ ഈ വർക്ക് സ്പേസിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇൻബിൽട്ടായിട്ട് നമുക്ക് 50 ടാഗ്സ് നമുക്ക് ഗൂഗിൾ സപ്പോർട്ട് ചെയ്യുന്ന ടാഗ്സ് നമുക്ക് ഇവിടെ ഓൾറെഡി ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നൗ എഡിറ്റിംഗ് എന്ന് പറയുന്നത് കറൻറ്റ് ഡിഫോൾട്ടായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് സ്പേസ് ആണ്. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് പല വർക്ക് സ്പേസും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ നമുക്ക് ഇത് വേണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇതിപ്പം ഒരു ടെസ്റ്റിംഗ് വർക്ക് സ്പേസ് ആയിട്ട് ഓക്കെ, അത് സേവ് ചെയ്തു. ഓക്കെ, സോ നമ്മൾ വർക്ക് സ്പേസ് ഇപ്പോൾ പുതിയ വർക്ക് സ്പേസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ അത് നമ്മൾ സേവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു വർക്ക് സ്പേസിലായിരിക്കും നമ്മൾ ഇനി ചെയ്യുന്ന വർക്ക്സൊക്കെ കറൻ്റ്ലി വർക്ക് ആവാം. ഓക്കെ, പിന്നെയുള്ളത് ചേഞ്ചസ് പബ്ലിഷ്ഡ്. ഓക്കെ, നമ്മളെന്തെങ്കിലും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാമ്പയിൻസിലൊക്കെ കാണുന്നത് എന്തെങ്കിലും പബ്ലിഷേഴ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിലോ ആ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ,
പിന്നെ വർക്ക് സ്പേസിൽ വരുന്ന ചേഞ്ചസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ആക്ടിവിറ്റി ഹിസ്റ്ററി ഒക്കെ എന്തെങ്കിലും, ഇപ്പോൾ ഇത് ഒരു ഫ്രഷ് അക്കൗണ്ടാണ്, അപ്പോൾ കാര്യങ്ങളൊന്നുമില്ല. സോ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചെങ്കിൽ വേർഷൻസ്. ഓക്കെ, ഇതും സെയിം ആണ്. ഇപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു എം ടി കണ്ടെയ്നറാണ്, ഓരോ വേർഷൻസൊക്കെ ആയിട്ടും. ഓക്കെ, നമ്മളിപ്പോൾ ഒരു പുതിയ ടാഗൊക്കെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു പുതിയ വേർഷൻ ആയിട്ടായിരിക്കും നമുക്കിവിടെ കാണിക്കാം. ഓക്കെ, ഓരോ വേർഷൻസ് ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ വേർഷൻസ് ആയിട്ട് നമുക്കിവിടെ ലൈവായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, പിന്നുള്ളത് അഡ്മിൻ പാനലാണ്. ഓക്കെ, നമ്മുടെ അക്കൗണ്ട്സിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ അഡ്മിൻ സെക്ഷനിലൂടെയാണ് നമുക്ക് മാനേജ് ചെയ്യാൻ, ആക്സസ് ചെയ്യാനൊക്കെ പറ്റുക. അതേമാതിരി അക്കൗണ്ട് സെറ്റിങ്സ്. ഓക്കെ, ഫസ്റ്റ് കൊടുത്ത നമ്മുടെ അക്കൗണ്ട് ID. ഓക്കെ, അക്കൗണ്ട് നെയിം. ഓക്കെ, നമുക്ക് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനൊക്കെ വേണ്ടിക്ക് നമുക്കിവിടെ എനേബിൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അക്കൗണ്ടിൻ്റെ ആക്ടിവിറ്റീസ്. ഓക്കെ, നമ്മൾ ചെയ്ത കണ്ടൻറ് പെർമിഷൻസ്. ഓക്കെ, നമ്മൾ അക്കൗണ്ട് സെറ്റിംഗ് ചെയ്ത എല്ലാ ആക്ടിവിറ്റീസും, എവറി ആക്ടിവിറ്റീസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ യൂസർ മാനേജ്മെൻറ്റ്, നമുക്ക് അഡ്മിൻ്റെ ആക്സസ് ഒക്കെ കൊടുക്കണ്ടെങ്കിൽ നമുക്ക് ഈ സെക്ഷനിലായിട്ട് കണ്ടോ, നമുക്കിപ്പോൾ പുതിയൊരു ആക്സസ് ഒക്കെ കൊടുക്കണ്ടെങ്കിൽ ആഡ് യൂസേഴ്സ്. ഓക്കെ, നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ആക്സസ് കൊടുക്കത്തില്ലോ, ഫേസ്ബുക്ക് ആക്സസ് ഒക്കെ, അതേമാതിരി നമുക്ക് വേറൊരാളെ നമ്മുടെ അക്കൗണ്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ആയിരിക്കും കിട്ടുക. ഓക്കെ, അഡ്മിൻ പാനലിൽ യൂസർ മാനേജ്മെൻറ്റിൽ പോയാൽ കണ്ടോ, ആഡ് യൂസേഴ്സ് അല്ലെങ്കിൽ ആഡ് ഗ്രൂപ്പ് യൂസേഴ്സ്. ഓക്കെ, അവിടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അവർക്ക് ഇൻവിറ്റേഷൻ പോകുന്നതായിരിക്കും. ഓക്കെ, പിന്നെ കണ്ടെയ്നറിൻ്റെ സെറ്റിങ്സ് നമുക്കിവിടെ. ഓക്കെ, കണ്ടെയ്നറിൻ്റെ മീൻസ് ഓക്കെ ഏത് പ്ലാറ്റ്ഫോമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടെയ്നറിൽ നമ്മൾ നടക്കുന്ന ആക്ടിവിറ്റീസ്. ഓക്കെ, നമ്മൾ ചെയ്യുന്ന അപ്ഡേഷൻസൊക്കെ ഇവിടെ ഇങ്ങനെ കാണാവുന്നതാണ്. പിന്നെ ഇമ്പോർട്ട് കണ്ടെയ്നർ, എക്സ്പോർട്ട് കണ്ടെയ്നർ. ഓക്കെ, മീൻസ് നമ്മളിപ്പോൾ വേറൊരു കണ്ടെയ്നറിൽ സെറ്റ് ചെയ്തിട്ടുള്ള കൺഫിഗറേഷൻസോ വെബ്സൈറ്റ് സെറ്റിങ്സൊക്കെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനും, അല്ലെങ്കിൽ നമ്മുടെ കണ്ടെയ്നറിലെ സെറ്റിങ്സൊക്കെ നമുക്ക് വേറെ കണ്ടെയ്നറിലേക്ക് പ്ലേസ് ചെയ്യേണ്ടെങ്കിൽ എക്സ്പോർട്ട് ഓപ്ഷൻസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ എക്സ്റ്റേണൽ അക്കൗണ്ട്സൊക്കെ ആയിട്ട് ലിങ്ക് ചെയ്യാനുള്ള ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അഡ്മിൻ പാനലിൽ വരുന്നത്. ഓക്കെ, ഓക്കെ, പിന്നെ ഇവിടെ ഈ കാണുന്ന ഒരു കോഡാണ് നമ്മുടെ ഈ കണ്ടെയ്നറിൻ്റെ ടാഗ് മാനേജറിൻ്റെ കോഡ്. ഓക്കെ, സോ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ, ഹെഡിൽ അപ്ലൈ ചെയ്യേണ്ടതും ബോഡിയിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളും നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഇവിടെ നമുക്ക് കാണിച്ചു തരും. ഓക്കെ, സോ നമുക്ക് വർക്ക് സ്പേസിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, ഓക്കെ, പിന്നെ പ്രിവ്യൂ കൊടുക്കുകയാണെങ്കിൽ ബേസിക്കലി നമ്മൾ ഈ കണ്ടെയ്നറിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ.